എൻ്റെ പേര് മുംതാസ്. ഞാൻ 35-ാം വാർഡ് കണ്ണംകുളങ്ങരയിലെ BJP സ്ഥാനാർത്ഥിയാണ്. ഞാനിവിടെ ഗ്രീൻ പാർക്ക് എന്ന് പറയുന്ന റെസിഡൻഷ്യൽ സ്പേസിലാണ് താമസിച്ചു വരുന്നത്. ഇവിടെ മഹാദേവ ക്ഷേത്രത്തിനോട് അടുത്ത് ഒരു ഷോപ്പ് നടത്തി വരുന്നു കഴിഞ്ഞ 3.5 വർഷമായിട്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. 2 PG വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്. എഴുതും അത്യാവശ്യം. 2 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ നാട്ടില് വളരെ തുറന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ സ്ഥാനാർത്ഥിത്വം. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് പാർട്ടി മെമ്പറാണ്. പല സാഹചര്യങ്ങളിലും പല പ്രവർത്തനങ്ങളിലും അണിചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. SGയുടെ ക്യാമ്പയിനിൽ വടൂക്കര ഭാഗത്ത് നിന്നിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ നാട്ടില് എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അത് ഈ ഒരു ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ജനങ്ങളുടെ മുന്നിലേക്ക് പാർട്ടി വെക്കുന്നത് അവരുമായിട്ട് ഇഴകി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ അതിന് കുറച്ചുകൂടി യോഗ്യയായിന്ന് പാർട്ടി കരുതിയിരിക്കണം. പിന്നെ ഞാൻ എൻ്റെ സ്ഥാപനമായാലും മറ്റു കാര്യങ്ങളിലും സാമൂഹ്യമായിട്ടും കൂടുതൽ ഇടപഴകുന്ന ആളാണ്. പിന്നെ ഇതെന്റെ നാടാണ്. ഇതൊക്കെയാണ് എനിക്ക് ഉള്ള പ്ലസ് പോയിന്റ്സ്. ഇവിടെ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണെന്ന് പറയാം. ഇവിടുത്തെ വോട്ടേഴ്സിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വഹിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വാർഡിനെ സംബന്ധിച്ച് തൃശ്ശൂർ ടൗണിനോട്, കോർപ്പറേഷനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാർഡുകളിൽ ഒന്നാണ്. ഇവിടെ കുടിവെള്ള ക്ഷാമം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. സ്വന്തമായിട്ട് ഒരു നല്ല അംഗനവാടി പോലും ഇവിടെ സജ്ജമായിട്ടില്ല. കോർപ്പറേഷനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വാർഡാണ് കണ്ണംകുളങ്ങര. ഇവിടെ പല പദ്ധതികളും പാതി വഴിയിൽ തന്നെ നിന്നു പോകാറുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും ഇവിടെ ഒരു ഹെൽത്ത് സെന്ററോ അതുപോലെ സ്വന്തമായ ഒരു അംഗനവാടിയോ ഇതുവരെയും സജ്ജമാക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ശുദ്ധജല വിതരണം പല രീതിയിലും ഇവിടെ കറക്റ്റായി ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രധാന ഘടകമാണ്. മഴക്കാലങ്ങളിൽ വെള്ളം ഒരു ഓവുചാലുകളിൽ കൂടിയുള്ള മാലിന്യ ജലത്തിന്റെ ഒഴുക്ക് പല സ്ഥലങ്ങളിലും തടസ്സപ്പെടുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ പാടം റിലേറ്റ് ആയിട്ട് കിടക്കുന്ന ഭൂപ്രദേശം ഉള്ളത് കൊണ്ടും വെള്ളപ്പൊക്കം അങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ലാതെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും പെൻഡിങ് ആണ്. അങ്ങനെയുള്ള ഇത് നോക്കുമ്പോൾ ഇവിടെ ധാരാളം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഒരു മാറ്റം, ആ മാറ്റം എന്ന് പറയുന്നത് വികസനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. ജനങ്ങൾക്ക് ഇവിടെ വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾക്ക് ഞങ്ങള് ഗ്യാരണ്ടി നൽകുന്ന ഒരു രീതിയാണ് ഇപ്പോ നിലനിൽക്കുന്നത്. ആ ഗ്യാരണ്ടിയാണ് ജനങ്ങള് ആലോചിക്കേണ്ടതും ആ വാഗ്ദാനമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളതും. മാറ്റത്തിനായിട്ട് വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക.